അപ്പോൾ ഇനി നിങ്ങൾ ഇടപെടൽ വല്ലതും ചോദിക്കാനുണ്ട് ചോദിച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാം കേട്ടോ. ഓ, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ, സന്ദർഭോചിതമായി ചേഞ്ച് ചെയ്യാം. പ്രധാന വിഷയങ്ങളെ, അതായത് എന്തൊക്കെ നോട്ട് ചെയ്യണം, ഈ ഏരിയകൾ തീരുമാനിച്ചാൽ പ്രധാന വിഷയങ്ങളൊക്കെ അതിൽ വന്നു. ഒരു കുട്ടിയുടെ പഠനം വന്നു. ഇപ്പോൾ സ്കൂളാണെങ്കിൽ പഠനം, പിന്നെ പഠനം എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ വിലയിരുത്തുന്നതാണ് പഠനം. റൈറ്റിംഗ് വേറെ തന്നെ സ്പെഷ്യലായിട്ട് വിലയിരുത്താം. പിന്നൊന്ന് കൃത്യനിഷ്ഠ, പിന്നൊന്ന് കുട്ടിയുടെ ഡ്രസ്സിങ്, പിന്നൊന്ന് കുട്ടിയുടെ പെരുമാറ്റം. ഇത് ഒരു സ്കൂൾ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിലയിരുത്താവുന്നതാണ്. അപ്പോൾ ഈ ഏരിയ നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നെ കാറ്റഗറി ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതിൽ ഈ കുട്ടിയുടെ പ്രസൻസും ആബ്സൻസും എത്രമാത്രം ഉണ്ട്, വേഗം കഴിയും, പെട്ടെന്ന് കഴിയും. അപ്പം അത് നോക്കി ഒരാഴ്ചത്തതൊക്കെ വിലയിരുത്താൻ വേഗം കഴിയുമല്ലോ. ഒരാഴ്ചത്തെ ഈ കുട്ടിയുടെ സ്റ്റാറ്റസ് എന്താണ്. എന്നിട്ട് ഈ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കുട്ടിക്കും 2 തരത്തിൽ ക്വാളിറ്റി ടൈം കൊടുക്കാം. ഒന്ന് ഗ്രൂപ്പ് ക്വാളിറ്റി ടൈം, മറ്റൊന്ന് ഇൻഡിവിജ്വൽ. ഗ്രൂപ്പ് എന്താ, ഒരാഴ്ചയിലെ ഒരു പീരീഡിലെ ഒരു ഭാഗം കുട്ടികളോട് പറയാം, ഇത് ഇന്ന് ഇത്ര സമയം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് എന്തും പറയാം, എന്തും പറയാം. ആ കുട്ടികൾ എന്ത് പരാതി പറഞ്ഞാലും കേൾക്കണം. എന്താകരുത്, ക്രോസിങ് ആകരുത്. കുട്ടികൾ പറയുന്നു, സത്യം നമ്മളെ ക്ലാസ്സിൽ ബോർഡ് കേടായിട്ട് കുറേ ദിവസമായി, ഇതുവരെ അത് നന്നാക്കിയിട്ടില്ല. അപ്പം മിനിയാന്ന് ആ പദ്യം പഠിച്ചു വരാൻ പറഞ്ഞിട്ട് ഇതുവരെ ആരും പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്തിനാ ബോർഡ്. ക്രോസിങ്ങിനാകരുത്, ക്രോസിങ്ങിന് ആകരുത്. പിന്നെ കുട്ടികൾ പറയുന്നത് കേൾക്കലായിരിക്കണം. ആക്റ്റീവ് ലിസണിങ് അഥവാ ഇൻറ്റൻഷൻ ബേസ്ഡ് ലിസണിങ്. കുട്ടിയുടെ നീയത്തനുസരിച്ച് കേൾക്കണം. അങ്ങനെ കേൾക്കുന്നതിനാണ് ലിസണിങ് എന്ന് പറയുക. ഈ ലിസണിങ് ആണ് ക്വാളിറ്റി ടൈം. ഇത് ഗ്രൂപ്പ്. ഇൻഡിവിജ്വൽ എന്താ, ഒരു മാസത്തിനിടയിൽ നമ്മൾ ടാസ്ക്കായിട്ട് വെക്കുക, എല്ലാ കുട്ടിക്കും വ്യക്തിപരമായി ശ്രദ്ധ കൊടുത്തിരിക്കും. എല്ലാ കുട്ടിക്കും വ്യക്തിപരമായി ശ്രദ്ധ കൊടുക്കാൻ പ്ലാൻ ചെയ്യുക. അതൊരു മാസം കൊണ്ടോ 1.5 മാസം കൊണ്ടോ ഒക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയാൽ മതി. ക്ലാസ്സിന് ചുമതലയുള്ള ടീച്ചർ മുഴുവൻ കുട്ടിക്കും വ്യക്തിപരമായ സമയം. ഈ വ്യക്തിപരമായ സമയത്തിൽ ഈ ടീച്ചറുടെ മെസ്സേജ് എന്താ, മോനെ അല്ലെങ്കിൽ മോളെ, നിനക്ക് എന്ത് സന്തോഷമാണെങ്കിലും പ്രയാസമാണെങ്കിലും ഒക്കെ ടീച്ചറോട് പറയാം, ഉസ്താദിനോട് പറയാം, ഞാൻ കേൾക്കും, ഞാൻ ഉണ്ടാകും കൂടെ. ഇതാണ് മെസ്സേജ്. അതിൻ്റെ അർത്ഥം പറയുമ്പോഴേക്ക് കുട്ടി എല്ലാ രഹസ്യവും എന്നോട് വന്ന് പറയണം എന്നല്ല, മറിച്ച് പറയേണ്ടി വന്നാൽ കേൾക്കാൻ ഞാൻ സദാ സന്നദ്ധമാണ്. ശ്രദ്ധിക്കേണ്ടത് അവിടെയും ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ കുട്ടി പറയുന്നത് കേട്ടാൽ അപ്പം തന്നെ പരിഹാരം കാണണമെന്ന ചിന്ത ഉണ്ടാകരുത്. മറുപടി ആവശ്യമില്ല. മറുപടി എപ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ, കുട്ടിക്ക് മറുപടി ആവശ്യപ്പെട്ടു, കുട്ടി പറഞ്ഞു ഇതിനൊരു മറുപടി വരണം എന്നാലേ പറയേണ്ടതുള്ളൂ. ഇതൊരു മാസ്മരിക ശേഷിയുള്ളതാണ്. ഞാൻ നിങ്ങളെ ചോദ്യം വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടൊരു ഉദാഹരണം കൂടി പറയാം. ഒരു കൊടുവള്ളിയിൽ ഒരു ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, ഞാനൊരു വലിയ കുടുക്കിൽപ്പെട്ടു. അതെന്താ, ഞാൻ ട്രെയിനിങ്ങിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വീരവാദം മുഴക്കി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ സ്റ്റാഫിൽ വെച്ച് മിനിയാന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു, ആ കുട്ടിയില്ല, ഒരു കുട്ടീൻ്റെ പേര് പറഞ്ഞിട്ട്, ഇവൻ്റെ പ്രശ്നങ്ങളൊന്ന് തെളിയിച്ച് കാണിക്കുക, എന്നാൽ നിങ്ങളെ ട്രെയിനിങ് ഒക്കെ ഞങ്ങൾ അംഗീകരിക്കുക. ഇവൻ്റെ പ്രശ്നം എന്താ അറിയോ, ഈ കുട്ടി എല്ലാ ദിവസവും വരുത്തല്ല ദിവസവും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. എല്ലാ ക്ലാസ്സിലും എല്ലാവരുടെ സബ്ജക്റ്റിലും കുട്ടി പഠിക്കുകയില്ല, അവിടെ എന്തെങ്കിലും ഒരു കുലുമാല ആ കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ക്യാൻറ്റീനിൽ പോയാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. എന്ന് മാത്രമല്ല, ഇവൻ ഒരു ദിവസം പുറത്തു പോയിട്ടുണ്ടോ, പുറത്ത് എവിടെയെങ്കിലും ഒരു ബസ് കണ്ടക്ടറുമായിട്ടോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഇവനെ കൊണ്ട് ആകെ കുടുങ്ങിയിട്ടുണ്ട്. ഇവനെ നിങ്ങളൊന്ന് നന്നാക്കി കാണിക്കൂ. എന്നോട് ചോദിച്ചു ഇതിനെന്ത് ചെയ്യാൻ പറ്റും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആ കുട്ടിയെ ഒന്ന് കേൾക്കണം. അവനെ കേൾക്കാൻ പറ്റൂല സാധേ, കാരണം അവൻ പറഞ്ഞാൽ തീരൂല, അവൻ അത്രയും പറയാനുണ്ടാകും. ഞാൻ പറഞ്ഞു, അവൻ 10 ദിവസം പറയുകയാണെങ്കിൽ 10 ദിവസവും കേൾക്കാൻ നിങ്ങൾ സന്നദ്ധമാവുക. പക്ഷേ അപ്പോൾ പിന്നെ നമ്മളെ ക്ലാസ്സൊക്കെ നടക്കണ്ടേ. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കേൾക്കാൻ സന്നദ്ധമാണ്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം. നിങ്ങൾ അവനോട് പറയുന്നു, ഇതാ എനിക്ക് ഇന്ന സമയത്ത് ക്ലാസ് എടുക്കണം, അതുവരെ നീ പറഞ്ഞു.
അല്ലെങ്കിൽ ഒരു സമയമായാൽ എനിക്കിപ്പോൾ ഇന്ന് ആവശ്യമുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഇനിയും കേൾക്കാം, നിനക്ക് എത്ര പറയാനുണ്ടെങ്കിലും കേൾക്കാൻ ഞാൻ റെഡിയാണ്. ഇങ്ങനെയാണെങ്കിൽ കേൾവി പെട്ടെന്ന് പൂർത്തിയാകും. എന്ത് സംഭവിച്ചു എന്നറിയോ? ഈ കുട്ടിയെ കേൾക്കാൻ സന്നദ്ധം. അപ്പോൾ ആദ്യം ഇയാൾ എന്നോട് ചോദിച്ചു, അല്ല ഈ കുട്ടി ഒരുപാട് പറയും, പറഞ്ഞാൽ ഞാൻ എന്താ ആൻസർ പറയാ? കാരണം അവൻ അങ്ങനെ സംസാരിക്കുക. ഏത് വഴിയിലാണ് അവൻ നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര സമർത്ഥനുമാണ് സംസാരത്തിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കുക, കേട്ടതിന് ശേഷം പരിഹാരം ഒരിക്കലും പറയണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഞാൻ എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുക. അങ്ങനെ കുട്ടി ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. ഉസ്താദുമാരെ പറ്റി, ഗുരുനാഥന്മാരെ പറ്റി പറഞ്ഞു, സഹപാഠികളെ പറ്റി പറഞ്ഞു, മറ്റ് സ്റ്റാഫുകളെ പറ്റി പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം ലാസ്റ്റ് ചോദിച്ചു, മോനെ ഇനി ഞാൻ എന്താ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി കുറച്ച് സമയം ഒന്ന് സ്റ്റക്കായതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ഉണ്ടായ അത്ഭുതം എന്താണെന്നറിയോ? തൊട്ടടുത്ത ദിവസം മുതൽ ഈ കുട്ടി ക്ലാസ്സിൽ പഠിച്ചു വരാൻ തുടങ്ങുന്നു. ഒരാളുടെ ക്ലാസ്സിലല്ല, മുഴുവൻ ക്ലാസ്സുകളിലും കുട്ടി മാറാൻ തുടങ്ങി. കുട്ടിയുടെ മറ്റ് സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിലച്ചു. ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു കുട്ടിയെ കേട്ടാൽ എല്ലാം തീരുമെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം അവിടെ മറ്റൊരു കണ്ടന്റ് ഉണ്ട്. അതെന്താ? ലിസണിങ് സ്കില്ലാണത്. ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത് ട്രെയിനിങ്ങിലൂടെ രൂപപ്പെടേണ്ടതാണ്. ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത് ട്രെയിനിങ്ങിലൂടെ രൂപപ്പെടേണ്ടതാണ്. കാരണം ഞാൻ പറയുന്ന ഒരു ആക്ടിവിറ്റി, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ PR പറഞ്ഞില്ലേ, PR പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ PR പലരും പറയും ഞങ്ങൾ ചെയ്യാറുണ്ട്, അത് ഞാൻ ആ മെത്തേഡിലാണ് ചെയ്യാമെന്ന് പറയാം. PR ആകുന്നത് എപ്പോഴാ? DRS, ഡൂയിങ് റെക്കോർഡിംഗ് ഷെയറിങ്. ഈ മെത്തേഡിലൂടെ ചെയ്താൽ മാത്രമേ നിങ്ങളത് പരിശീലിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരാളൊരു സ്കിൽ അച്ചീവ് ചെയ്യാൻ പോകേണ്ട റൂട്ട് എന്താണ്? ഡൂയിങ്, റെക്കോർഡിംഗ്, ഷെയറിങ്. ഈ 3 സ്റ്റെപ്പിലൂടെ ചെയ്താൽ മാത്രമേ അത് സ്കില്ലാകുള്ളൂ. അഥവാ ഈ കേൾക്കുന്ന ആള് ഒന്ന് അത് ചെയ്യുന്നു, കേൾക്കുന്നു. രണ്ടാമത്തത് എന്താ? അതിലെ ഇമ്പോർട്ടൻ്റ് ഏരിയ അയാൾ റെക്കോർഡ് ചെയ്യുന്നു, അഥവാ കുറിച്ചു വെക്കുന്നു. മൂന്നാമത്തത് അയാളുടെ എക്സ്പീരിയൻസ് സഹിതം ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അയാൾക്കത് സ്കില്ലാകുന്നത്. ആ സ്കില്ലായ ആൾ കേൾക്കുന്നത് എൻ്റെയർ ഡിഫറൻ്റാണ്. ഒരു ഹിപ്നോട്ടിസ്റ്റ് ഒരു ഹിപ്നോസിസ് ചെയ്താൽ ഉണ്ടാകുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഈ ശ്രോതാവിൽ ഈ പറയുന്ന ആൾ കേൾക്കുമ്പോൾ ഉണ്ടാകും. ഇതാണ് ഞാൻ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്? ഒരു ഗുരുനാഥൻ കൃത്യമായി കേൾക്കുന്ന ആളായി മാറും. റിസൾട്ട് ഷുവർ. പ്രതീക്ഷിക്കുന്നതിനേക്കാളും എത്രയോ മേലെ റിസൾട്ടും ഉണ്ടാകും. അപ്പോൾ ഇതിനാണ് പരിശീലനം എന്ന് പറയുന്നത്. ഈ പരിശീലനം എന്നത് നമ്മൾ എപ്പോഴാണോ നേടിയെടുക്കുന്നത് അപ്പോൾ ഈ മാസ്മരിക ശേഷി ഉണ്ടാകും. എന്നാലും ഞാൻ ഈ പറഞ്ഞത് ചെയ്യരുത് എന്നോ ചെയ്താൽ റിസൾട്ട് ഉണ്ടാകില്ല എന്ന് കരുതരുത്. ഉണ്ടാകും, പക്ഷെ ഒറിജിനൽ റിസൾട്ട് ഒന്ന് വേറെ, അതിൻ്റെ സെക്കൻഡറി റിസൾട്ട് ഒന്ന് വേറെ. റിസൾട്ട് ഉണ്ടാകും എന്തായാലും. ഒരു കുട്ടിയെ കേൾക്കാൻ സന്നദ്ധമാകുമ്പോൾ റിസൾട്ട് ഉണ്ടാകും. പ്രഡിക്ഷനുകൾ, ജഡ്ജ്മെൻറ്റ്, മുൻധാരണ ഉപേക്ഷിക്കുക. ഓരോ കുട്ടിയും ഡിഫറൻ്റാണ്, വ്യത്യസ്തനാണ്, യുനീക്ക്, അത്ഭുതമാണ്. ഓരോ കുട്ടിയും അത്ഭുതമാണ്, ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഇത് നമ്മൾ ഉൾക്കൊള്ളണം. എന്നിട്ട് കുട്ടിയെ അഭിമുഖീകരിക്കണം. എന്നാൽ നിങ്ങൾക്ക് കുട്ടികളിൽ അത്ഭുതങ്ങൾ കാണാം, റിസൾട്ടുകൾ കാണാം, കൗതുകകരമായ കുട്ടികളിലെ മുന്നേറ്റം കാണാം. അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ, നമ്മുടെ സേവനം ചെയ്യുമ്പോൾ ഈ ഒരു സമീപന രീതി നമുക്ക് ഇല്ല എന്ന അർത്ഥത്തിൽ ഒരിക്കലും കേൾക്കരുത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ അതിലെ മുന്നേറ്റമാണ് ഇങ്ങനെ ഇരിക്കുന്നത് പോലും. നിങ്ങളുടെ ഈ ഇരുത്തം പോലും നിങ്ങളുടെ ഒരു മുന്നേറ്റമാണ്. അത് ഞാൻ ഈ പറയുന്നതിനൊരിക്കലും നമ്മളെല്ലാവരും ഉച്ചക്കൂണ് കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളാരും ഊണ് കഴിക്കാത്തവരാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് കഴിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്നും അത് കഴിക്കണം എന്ന് മാത്രമാണ്. അതുപോലെ ഈ ഒരു മുന്നേറ്റം, നിങ്ങളെ മുന്നേറ്റത്തിൻ്റെ വക്താക്കളാണ്.
അതുകൊണ്ടത് ഫോളോ ചെയ്യണമെന്ന അർത്ഥത്തിൽ മാത്രമാണ് പറയുന്നത്. അങ്ങനെ കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ അഭിലഷിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു റിക്വസ്റ്റ് കൂടി വെച്ചുകൊണ്ട് എൻ്റെ ഈ സംസാരം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്ത് ഈ വിഷയസംബന്ധമായി ഇടപെടാനുണ്ടെങ്കിലും സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.